കാഴ്ചയില്ലാത്ത ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാഴ്ചയുള്ളവർക്ക് കണ്ണടച്ചുകൊണ്ട് അത്ഭുതം നടക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കില്ല. എന്നാൽ ഇവിടെ അല്പം പോലും കാഴ്ചയില്ലാത്ത പാർവതി നമ്മുടെ മുന്നിൽ മെന്റലിസം അവതരിപ്പിക്കുകയാണ്. മെന്റലിസം നിങ്ങൾക്കറിയാം, മാജിക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ശാഖയാണ് മെന്റലിസം. അതായത് പാർവതി നിങ്ങളുടെ മനസ്സ് വായിക്കാൻ പോവുക. നിങ്ങൾ റെഡിയല്ലേ? ഹായ് പാർവതി, റെഡിയാണോ? എന്നാ നമുക്ക് തുടങ്ങാം. ഓക്കെ. നമസ്കാരം, എൻ്റെ പേര് പാർവതി LS. എനിക്ക് ഈ ഭൂമിയിലുള്ള മനോഹരമായ കാഴ്ച കാണാനുള്ള ഭാഗ്യമില്ല. എങ്കിലും ഞാൻ നിങ്ങൾക്ക് മുൻപിൽ മെന്റലിസം അവതരിപ്പിക്കുകയാണ്. ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് ഒരാൾ എന്നെ സഹായിക്കാൻ വരണം. ആര് വരും എന്നെ സഹായിക്കാൻ? ഒരു കാര്യം, ഒരു 4ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടി വരും. 4ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടി. മോള് വരും. ബാഗ് മാറ്റി വെച്ചിട്ട്. ഹായ് മോളെ, നമസ്കാരം. മോളെ പേരെന്താണ്? ഓക്കെ, നല്ല പേരാണല്ലോ. മാജിക് ചെയ്യാൻ ഇഷ്ടമാണോ? ഓക്കെ, എന്നാൽ നമുക്ക് ചെയ്താലോ. ഇവിടെ 4 സാധനങ്ങളുണ്ട്. വാച്ചുണ്ട്, മൊബൈലുണ്ട്, പേനയുണ്ട്, ബുക്കുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സാധനം മോൾക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തോ? ഏതെങ്കിലും ഒരു സാധനം സെലക്ട് ചെയ്യാം. അത് നമ്മൾ എഴുതി പഠിക്കുന്ന സാധനമാണ് അല്ലേ? അത് പേനയാണ്. ഇനി ഒന്നും കൂടി സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തോ? അതും നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. മറിച്ച് നോക്കുന്നുണ്ട് നമ്മൾ, പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ. അതൊരു ബുക്കാണ്. ഇനി ഒന്നും കൂടി സെലക്ട് ചെയ്യാം. ഒന്നും കൂടി ഒരു സാധനം കൂടി സെലക്ട് ചെയ്യാം. അത് നമ്മൾ കാണുന്ന സാധനമാണല്ലേ? ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ നോക്കാറുണ്ട്. അതൊരു മൊബൈൽ ഫോണാണ്. കറക്റ്റ് അല്ലേ? ഇഷ്ടമായോ? താങ്ക് യു വെരി മച്ച്. വൈകാം.